നമസ്തേ. ഇന്നത്തെ പത്രത്തിലൊരു വാർത്ത കണ്ടു. നമ്മുടെ സാംസ്കാരിക മന്ത്രിയായ ശ്രീ സജി ചെറിയാൻ നടത്തിയ ഒരു പ്രസ്താവനയെ പറ്റിയാണ് വാർത്ത. പിണറായി വിജയൻ്റെ ഭരണത്തിൽ അസൂയ പൂണ്ട ചിലർ അദ്ദേഹം എങ്ങനെയെങ്കിലും അപായപ്പെടണമെന്ന് ചിന്തിക്കുന്നു, പറയുന്നു എന്നാണ് ശ്രീ സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത്. ചിലർ അദ്ദേഹം ബോംബ് പൊട്ടി അപായപ്പെടണമെന്ന് വിചാരിക്കുന്നു, ചിലരാകട്ടെ വാഹനാപകടമുണ്ടായി അപായപ്പെടണമെന്ന് വിചാരിക്കുന്നു. അവരൊക്കെ പിണറായി വിജയനെ പ്രാകുകയാണ്. ഇത്രയും വിവരങ്ങൾ അദ്ദേഹം പൊതുവേദിയിലാണ് പങ്കുവയ്ക്കുന്നത്. ഇത് വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു വിവരമാണ്. ഇത് അദ്ദേഹത്തിനടുക്ക് പലരും പറഞ്ഞിട്ടുണ്ടാവണം, പലരുമായിട്ടും അദ്ദേഹം സമ്പർക്കം പുലർത്തിയപ്പോൾ കിട്ടിയ വാർത്തയായിരിക്കും, കിട്ടിയ വിവരമായിരിക്കും ഇത്. ഉടൻ തന്നെ അദ്ദേഹം അത് ശ്രീ പിണറായി വിജയൻ്റെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതായിരുന്നു. അതിന് പകരം പൊതുവേദിയിൽ ഇതിങ്ങനെ വിളമ്പിയത് ശരിയായില്ല. അദ്ദേഹത്തോട് ആരാണ്, എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? ആരെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ പേരുകൾ സഹിതം അദ്ദേഹം പോലീസുകാർക്ക് ഒരു പരാതി നൽകേണ്ടതായിരുന്നു. ഒന്നുമില്ലെങ്കിലും നാട് മുഴുവൻ ഈ കലാപാഹ്വാനത്തിന് കേസെടുക്കുന്ന പോലീസല്ലേ. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് അതൊന്നുമല്ല അത്യാവശ്യം. ഇതുപോലുള്ള രഹസ്യ വിവരങ്ങൾ ജനസമ്പർക്കത്തിലൂടെ ഒരു രാഷ്ട്രീയ നേതാവിന് കിട്ടുന്ന വിവരങ്ങൾ, അത് കൂടുതൽ ശ്രദ്ധിക്കണം. ഇതിനെക്കുറിച്ച് കേരളത്തിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം മുൻപേ തന്നെ ശ്രീ പിണറായി വിജയന് റിപ്പോർട്ട് നൽകേണ്ടതായിരുന്നു, സൂചിപ്പിക്കേണ്ടതായിരുന്നു. ഭരണാധികാരികൾക്ക് വേണ്ട സമയത്ത് കൃത്യമായ സൂചനകൾ നൽകേണ്ട ചുമതല അവർക്കുള്ളതാണ്. ശരിയായാലും തെറ്റായാലും വിപരീതമായാലും അനുകൂലമായാലും പൊതുജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നു, ഇതൊക്കെ ആദ്യം ഭരണാധികാരിയുടെ ചെവിയിലെത്തിക്കേണ്ടത് ഈ രഹസ്യ വിവരശേഖരണക്കാരാണ്, ഇൻ്റലിജൻസ് വിഭാഗക്കാരാണ്. കേട്ടിട്ടില്ലേ ശ്രീരാമൻ്റെ കഥ? അദ്ദേഹം സ്വന്തം ചാരന്മാരിലൂടെ അറിയുന്നു നാട്ടുകാർ തന്നെക്കുറിച്ചും ഭാര്യയെക്കുറിച്ചും സീതയെക്കുറിച്ച് പറയുന്ന ചില അപവാദങ്ങൾ. അങ്ങനെ അദ്ദേഹം സീതയെ തൻ്റെ പ്രിയപത്നിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ്. അത് എത്ര റെസ്പോൺസീവായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീരാമൻ എന്നുള്ളത് നമ്മൾ ഇവിടെ ചിന്തിക്കണം. ഈ ഇത്രയും സൂചനകൾ ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ഇൻ്റലിജൻസ് വിഭാഗം. അവർക്ക് അത് കഴിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ അവർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടാവും. അതല്ല, അവർക്ക് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ശ്രീ സജി ചെറിയാനെ പോലുള്ള ആളുകൾ, ഒരു മന്ത്രിസഭാ അംഗം തൻ്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാകാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിന് വേണ്ട മുൻകരുതലുകൾക്കായി പോലീസിനെ അറിയിച്ചില്ല, സമീപിച്ചില്ല എന്നൊക്കെ പറയുന്ന ഗുരുതരമായ വീഴ്ചയാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹത്തെ പുറത്താക്കി അന്വേഷണം നടത്തേണ്ടതാണ്. ആരുടെയെങ്കിലും ചിലർ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര പേര് പറഞ്ഞു? ഒരു 2 പേരുടെയെങ്കിലും പേര് അദ്ദേഹം ചൂണ്ടിക്കാണിക്കണം. പാർട്ടിയിൽ തന്നെ ഉള്ളവരാണോ? അവരാകാനാണ് കൂടുതൽ സാധ്യത. കാരണം എന്ന് പറഞ്ഞാൽ അവരുമായിട്ടാണല്ലോ, പാർട്ടിക്കാരുമായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ സമ്പർക്കം ഉണ്ടാവാൻ ഇടയുള്ളത്. അപ്പോൾ പാർട്ടിക്കാരായിരിക്കാം. ആരായാലും അപ്പം പാർട്ടിയിൽ പോലും ഇങ്ങനൊരു ചിന്താഗതി വളരുന്നുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പൊള്ളയായ പുകഴ്ത്തലുകൾ വരുമ്പോൾ ഭരണാധികാരി ശ്രദ്ധിക്കണം. ഇന്നീ പാർട്ടി ലോകമെങ്ങും പ്രശോഭിക്കാൻ കാരണം പിണറായി വിജയനെന്ന അതിന് കാരണഭൂതൻ പിണറായി വിജയനാണെന്ന് രീതിയിലുള്ള പാട്ടുണ്ടല്ലോ. അത് വന്നപ്പോൾ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിനെ അദ്ദേഹം ആസ്വദിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്, ഒരു മുൻകരുതൽ എടുക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ കമ്മ്യൂണിസം ഇല്ല. വളരെ ഒറ്റപ്പെട്ട ചില രാജ്യങ്ങളിൽ മാത്രമേ ഇന്നിപ്പം കമ്മ്യൂണിസം തന്നെ അവിടെ ഉണ്ടോയെന്ന്, അവിടെ ഇല്ല എന്നാണ് പൊതുവെ അഭിപ്രായം. ഇനി അവിടെ ഉണ്ടെന്ന് തന്നെ സങ്കല്പിച്ചു, ചൈനയിലും ഉത്തര കൊറിയയിലുമൊക്കെ. അവിടെ ഉണ്ടെങ്കിലും അത് ശോഭിക്കാനുള്ള കാരണം പിണറായി വിജയനൊന്നുമല്ല. അപ്പം തികച്ചും തെറ്റായ
കളവായ അസത്യമായ ഒരു പുകഴ്ത്തൽ വരുമ്പോൾ ആ പുകഴ്ത്തപ്പെടുന്ന ആൾ ശ്രദ്ധിക്കണം. ഇത് പറ്റിക്കലാണ്, ഇത് പരിഹാസമാണ്, ഇതൊരു പുകഴ്ത്തലല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം അദ്ദേഹം കാണിക്കണം. അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന്, ഇതിനേക്കാൾ 10 മടങ്ങ് വീര്യത്തോടു കൂടിയ. അതിൽ പാർട്ടിക്കാർ തന്നെ, പാർട്ടി അനുഭാവികൾ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഇതൊക്കെ ഭരണാധികാരി ശ്രദ്ധിക്കണ്ടേ? അല്ല, പുകഴ്ത്തലുകളിൽ ആസ്വദിക്കാം, ആഹ്ലാദിക്കാം, പക്ഷെ സത്യസന്ധമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന പുകഴ്ത്തലുകളായിരിക്കണം. തനിക്ക് തന്നെ ബോധ്യമില്ലാത്ത അസത്യങ്ങൾ തൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ട് ഒരാൾ പുകഴ്ത്തുകയാണെങ്കിൽ അയാളെ നിരുത്സാഹപ്പെടുത്തണം, അയാൾ അപകടകാരിയാണെന്ന് തിരിച്ചറിയണം, പരിഹസിക്കുകയാണ് തന്നെയെന്ന് തിരിച്ചറിയാനുള്ള വിവേകം കാണിക്കണം. അത് ശ്രീ പിണറായി വിജയൻ കാണിക്കണം. അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യം അതുതന്നെയാണ്. എന്തായാലും ശ്രീ സജി ചെറിയാനോട് പോലീസുകാർ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ച് തുടർ നടപടികളെടുത്ത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കണം. ഇതാണ് കേരളത്തിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.